നാളെ ചെയ്യേണ്ടവണ് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടവണ് ഇപ്പൊ ചെയ്യണം. എന്റെ അമ്മ സ്ഥിരം പറയുന്ന സംഭവം ഇത്. ഇന്ന് കുറെ പണിയുള്ള ദിവസമാണ്. ആ പ്രീ വർക്കൗട്ട് ആയിട്ട് ഒരു ചായയും ഒരു ഡബിൾ ബുൾസൈയും അടിച്ച് ജിമ്മിലേക്ക് വിട്ട്. ബൈ ദ ബൈ, ഇതാ നമ്മുടെ ഫുഡ് ട്രക്ക് കിട്ടാ. കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്, അത് ഇന്ന് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ ജിമ്മിലെത്തി. ഇന്നെന്റെ കട്ടിങ് സീരീസ് ഡേ 45 ആണ്. ഇന്ന് ഷോൾഡർ ആണ് വർക്കൗട്ട്. പുതിയ ഷെഡ്യൂൾ ആണ്. കുറച്ചു നേരം വാമപ്പ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വർക്കൗട്ട് സ്മിത്തിൽ പ്രസിന്റെയും ലോക്കിന്റെയും സൂപ്പർ സെറ്റ്. നെക്സ്റ്റ് വൈ പ്ലസിന്റെയും ഡംബിൾ പ്ലസിന്റെയും ഒരു കോമ്പിനേഷൻ. അത് കഴിഞ്ഞ് ഇംഗ്ലൈൻ ബെഞ്ചില് റയഡഡ് ഫ്ലൈ, പിന്നെ സീറ്റഡ് ഷ്രക്സ്. അത് കഴിഞ്ഞ് ലാറ്ററൽ റേസിനെയും ഡ്രോപ്പ് സെറ്റും ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കി. എന്റെ ഷോൾഡർ ആയിട്ട് പറയുമല്ല, വേറെ ലെവലായിരുന്നു സാധനം. അവിടെ നേരെ കേരളോത്സവം കാണാൻ പോയി. പഞ്ചോസ്തി ആംറെസ്ലിംഗ് എന്റെ ഒരു വീക്ക്നെസ്സാ. അത് കണ്ടാങ്ങ് നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രക്കും എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. കുറച്ച് പണി ഉണ്ടായിരുന്നു വയറിങ്ങിന്റെ. വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് വയറൊക്കെ വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ ഇവനെ കണ്ടത്. കിച്ചു എന്ന പേര്. എന്ത് ലുക്കിലെ ചെക്കനെ കാണാൻ. ചെക്കനാഥ് മൊത്തം കടിച്ചു നോക്കിയോടെ. അങ്ങനെ വണ്ടീന്റെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുത്ത് നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ പോയി. സ്റ്റിക്കർ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ദാഹം. അങ്ങനെ അൺലിമിറ്റഡ് ബത്തക്കോളം കുടിക്കാൻ പോയി. അൺലിമിറ്റഡ് അല്ല, പിന്നെയും ചോദിച്ചു തരും. അത് കഴിഞ്ഞ് യൂണിഫോം അടിക്കാൻ പോയി. അങ്ങനെ യൂണിഫോമിന്റെ ഓർഡറും കൊടുത്ത് നേരെ വിട്ടത് താടിയുടെ മുളക് വെച്ച് കഴിക്കാനാ. മുളക് വെച്ച് കിട്ടിയില്ല, ഗോപി കിട്ടിയ. ഡയറ്റ് ആണെങ്കിലും ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കാം. അതും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വിട്ട് പോകുന്ന വഴിക്ക് കുറച്ച് മുട്ടയും വാങ്ങി. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പൊ ശരി.